നമസ്കാരം. ഇത് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് കരുതുന്നു. അവക്കാഡോ നമ്മുടെ നാട്ടിൽ ഇത് പണ്ട് മുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആയുർവേദം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഇതേക്കുറിച്ചാണ്. കാരണം ഇതിനെ ഒരു ന്യൂട്രീഷ്യസ് പവർ ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആന്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളതായ മറ്റൊരു പഴങ്ങളും ഇന്ന് ലോകത്തില്ല. പലരും നമ്മുടെ നാട്ടിലിപ്പോൾ അത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ മാർക്കറ്റിൽ പോയത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന് വില കൂടുതലാണ്. 3 മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ 2 കേടായിരിക്കും. എങ്കിൽ പോലും ആഴ്ചയിൽ ഒരു അവക്കാഡോ എങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുവാണെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങളും പിന്നെ 5 മിനിറ്റ് താഴെ മാത്രം എടുക്കുന്ന 5 റെസിപ്പികളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. അതിൽ 5ാമത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ കഴിവതും ഈ എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. അവക്കാഡോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ മരത്തിൽ എത്ര നാൾ വേണമെങ്കിലും അത് പച്ചയ്ക്ക് കിടന്നോളും. പറിച്ചു വെച്ചെങ്കിൽ മാത്രമേ പഴുക്കുകയുള്ളൂ. മാർക്കറ്റിൽ നിന്ന് പഴുത്ത അവക്കാഡോ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് കേടായിരിക്കും. പച്ച വാങ്ങി പഴുപ്പിച്ചാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്രകാരം ഒന്ന് ചെയ്ത് നോക്കുക. പച്ച അവക്കാഡോ വാങ്ങിച്ച് ഒരു ബ്രൗൺ പേപ്പറിൽ പൊതിഞ്ഞ് അല്പം ചൂടുള്ള എവിടെയെങ്കിലും വെക്കുകയാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് അത് പഴുത്ത് കിട്ടും. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ അവക്കാഡോ റെസിപ്പി വക്കമോളി എന്ന് പറയുന്ന ഒരു മെക്സിക്കൻ ചട്നിയാണ്. പക്ഷേ ഈ ചട്നി റിലീഷായിട്ടും സാൻഡ്വിച്ച് സ്പ്രെഡായിട്ടും മെക്സിക്കൻസിനെ കഴിഞ്ഞും കൂടുതൽ കഴിക്കുന്നത് അമേരിക്കക്കാരാണ്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു ഹെൽത്തി റിച്ച് ലോ കാർബ് ഡയറ്റാണ്. നിറയെ ഹാർട്ട് ഹെൽത്തി മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സ്, അമേരിക്കക്കാരുടെ കീറ്റോ ഡയറ്റിലെ ഒഴിവാക്കാൻ പറ്റാത്ത കണ്ണി, LDL കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും 20% കുറയ്ക്കുമെന്ന് റിസർച്ചുകൾ തെളിയിച്ചിരിക്കുന്നു. ആ റിസർച്ചിൻ്റെ ലിങ്ക് കൂടി ഇതിൻ്റെ വെബ്സൈറ്റിലുണ്ട്. മദർ ഓഫ് ഓൾ ആൻറ്റി ഓക്സിഡൻസ് എന്നാണ് സയൻറ്റിസ്റ്റുകൾ ഇതിനെ വിളിക്കുന്നത്. അതിന് കാരണം ഗ്ലൂട്ടാത്തയോൺ എന്നറിയപ്പെടുന്ന അവക്കാഡോ എൻസൈം ശരീരത്തിലെ മൊത്തവും അതുപോലെ തന്നെ ബ്രെയിനുള്ളിലെ വരെയുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നു, ഫ്രീ റാഡിക്കൽ ഡാമേജിനെയും ഇല്ലാതെയാക്കുന്നു. അങ്ങനെ ക്യാൻസറിനെയും ഏജിങ്ങിനെയും ചെറുക്കുന്ന ഒരു ഉത്തമ ഔഷധം. സൾസയും അവക്കാഡോയും കൂട്ടിച്ചേർത്താണ് വക്കമോളി എന്ന ഡെലീഷ്യസ് ആയ ചട്നി ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം നമുക്ക് സൾസയുടെ ഒരു സിമ്പിൾ വേർഷൻ ഉണ്ടാക്കാം. സൾസയ്ക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നമ്മളെപ്പോലെ തന്നെ മല്ലിയില ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് മെക്സിക്കൻസ്. സൾസയ്ക്ക് ഉപയോഗിക്കുന്ന മുളകിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനെ ഹാലപ്പിനോ എന്ന് വിളിക്കും. ഈ മുളകിന് എരിയുണ്ട്, പക്ഷെ അതൊരു സുഖമുള്ള എരിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പച്ചയ്ക്ക് പുളി കഴിക്കാൻ പലർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇരുമ്പൻ പുളി ആരെങ്കിലും പച്ചയ്ക്ക് കഴിക്കുമോ? അതേസമയത്ത് വാളൻ പുളിയാണെങ്കിൽ ഒന്ന് രുചിച്ച് നോക്കണം തോന്നും. അതേ വ്യത്യാസമാണ് സാധാരണ മുളകും ഹാലപ്പിനോയും തങ്ങളിൽ. ചിലയിടങ്ങളിൽ ഈ ഹാലപ്പിനോയെ റൊമാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നതും കാണാം. ഇത് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മുളകാണ് ഹാലപ്പിനോ. ഇനി ഇത് കിട്ടിയില്ലെന്ന് വിചാരിച്ച് നമുക്ക് സൾസ ഉണ്ടാക്കാൻ സാധാരണ മുളക് മതി. ടൊമാറ്റോയുടെ അരിയും പൾപ്പും എല്ലാം നീക്കം ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സൾസയിൽ വെള്ളം കൂടി പോകും. സൾസ റെഡിയായി. ഇതിലേക്ക് അവക്കാഡോ ചേർത്ത് അധികം സ്മൂത്ത് ആകാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാക്കമോളിയും റെഡിയായി. നമുക്കിത് നാച്ചോസ് കഴിക്കാനോ ചിപ്സ് കഴിക്കാനോ സാൻഡ്വിച്ച് സ്പ്രെഡായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം.
കുട്ടികൾക്കൊക്കെ അത്ര സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അല്പം തൈരും ഹണിയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു സ്പ്രെഡായിട്ട് ഉപയോഗിക്കാം. പിന്നെ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമിന് പകരമായിട്ടും കഴിക്കാം. സ്കിൻ കളഞ്ഞു വെച്ചിരിക്കുന്ന ആമൻഡ്സും അതുപോലെ തന്നെ അവക്കാഡോസും ചേർത്തൊരു ഹെൽത്തി സ്പ്രെഡാണ് നമ്മൾ ഇനി ഇവിടെ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ഈ ബദാം ഒരു ഹെൽത്തി ഫാറ്റാണ്, ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആണ്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ ഇ ധാരാളമായിട്ടുണ്ട്. ഈ ആൽമണ്ട്സും അവക്കാഡോസും ചേർന്ന് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ഹെൽത്തി കോമ്പിനേഷനാണ്. ഇതിന് ബ്രൈറ്റ് കളർ വേണമെങ്കിൽ അല്പം സ്പീനച്ച് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ ഒരു സൂപ്പർ ഹെൽത്തി സ്പ്രെഡിൻ്റെ കൂടെ അല്പം എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ കൂടി ചേർത്താലോ? അപ്പോൾ പിന്നെ ഇതൊരു മെഗാ സ്റ്റാർ ബോക്സ് ഓഫീസ് മൂവി എന്നൊക്കെ പറഞ്ഞ മാതിരി ഇതൊരു ഹെൽത്ത് ബോംബായിട്ട് തന്നെ മാറും. ഇത് നമുക്ക് ഹമൂസിന് പകരം ഉപയോഗിക്കാം, മയണൈസിന് പകരം ഉപയോഗിക്കാം, സാലഡ് ഡ്രസ്സിംഗ് ആയിട്ടോ സാൻഡ്വിച്ച് സ്പ്രെഡായിട്ടോ ഉപയോഗിക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവക്കാഡോ ബാക്കി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ കളർ മാറി അതിന് ടേസ്റ്റ് ഇല്ലാണ്ടാവും. എയറുമായിട്ടുള്ള കോൺടാക്ട് മൂലം ഓക്സിഡൈസേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറുത്തു പോകുന്നത്. അപ്പോൾ നമ്മളത് 2-3 ദിവസത്തേക്ക് സൂക്ഷിക്കാനാണ് ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കണ്ടെയ്നറിൽ അല്പം വെള്ളം എടുത്താൽ ഒരു അല്പം നാരങ്ങ നീരും ചേർത്ത് ഈ അവക്കാഡോ ഇതുപോലെ കമത്തി വെച്ചാൽ മതി. അപ്പോൾ അത് എയറുമായിട്ട് കോൺടാക്ട് വരില്ല. 2-3 ദിവസം കേടാകാതെ ഇതുപോലെ ഇരുന്നോളൂ. കൂടാതെ ഈ വാക്കമോളയോ അല്ലെങ്കിൽ സ്പ്രെഡൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സിപ്ലോക്ക് ബാഗിനകത്തത് ഇട്ട ശേഷം ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ഇപ്രകാരം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ബാഗിനകത്തുള്ള എയർ എല്ലാം മുകളിലേക്ക് പുഷ് ചെയ്ത് പോകുന്നുള്ളൂ. അങ്ങനെ എയർ മൊത്തം പോയതിന് ശേഷം ഈ ബാഗ് സീൽ ചെയ്യുക. ഇപ്പം നമ്മൾ ഇതിനകത്തൊരു വാക്യൂം ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് എയർ അങ്ങനെ ഇല്ല. ഇത് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് പോകത്തില്ല, ഏതാനും ദിവസങ്ങൾ കേടില്ലാതിരുന്നുള്ളൂ. ഈ അവക്കാഡോ മാത്രമല്ല, കറിവേപ്പിലയോ നമ്മൾ എന്ത് സാധനങ്ങൾ ഇപ്രകാരം സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് കുറെ കൂടെ കൂടുതൽ നമുക്ക് കിട്ടും. അമേരിക്കയിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് പേപ്പറിനകത്ത് പറയുന്നുണ്ട് ഈ അവക്കാഡോ ഓയിൽ മൈറ്റോകോൺഡ്രിയൽ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യും, ബ്രെയിനിനകത്തെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ കുറയ്ക്കുകയും ചെയ്യുന്നു പരീക്ഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ആ പേപ്പറിന്റെ ലിങ്ക് ഈ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ പ്രായം കൂടുന്നിടത്തോളം നമ്മുടെ സ്കിന്നെല്ലാം ചുക്കിച്ചുടഞ്ഞു പോകുന്നതിന്റെ കാരണം ഇതാണ്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടുന്നു, ഫ്രീ റാഡിക്കൽ ഡാമേജ് കൂടി അത് നമ്മുടെ കോളേജിനെ എല്ലാം ഫ്രാഗ്മെന്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കളയുന്നു. അങ്ങനെ ഈ കോളേജിൻ സപ്ലൈ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് സാഗ്നസ് ഉണ്ടാവും, റിങ്കിൾസ് ഉണ്ടാവും. ഇതിനെല്ലാം ചെറുക്കാനുള്ള കഴിവ് ഈ അവക്കാഡോയുണ്ട്. അമേരിക്കൻ മാർക്കറ്റുകളിലൊക്കെ 100 കണക്കിന് കോസ്മെറ്റിക്സ് അവൈലബിൾ ആണ് ഈ അവക്കാഡോ എസൻസിനെ ബേസ് ചെയ്തിട്ടുള്ളത്. കാരണം അവരിതിന്റെ ഗുണങ്ങൾ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത റെസിപ്പി ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ആണ്. അതിനുവേണ്ടി അവക്കാഡോയുടെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് പപ്പായ. ഹോളിസ്റ്റിക് ന്യൂട്രീഷനിസ്റ്റുകൾ പറയുന്നത് പപ്പായയും അവക്കാഡോയും കൂടെയുള്ള കോമ്പിനേഷൻ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഒരു മാജിക്കൽ എഫക്റ്റ് ആണെന്നാണ്. പപ്പായയിലെ പാപ്പൈൻ എന്ന എക്സൈമിന് എക്സ്ഫോളിയേറ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്. ഡെഡ് ഫോളിക്കിൾസിനെ മാറ്റി സ്കിന്നിനെ ഫ്രഷ് ആക്കി ഫെയ്ഡ് ഔട്ട് ചെയ്ത് ബ്രൈറ്റ് ആക്കി തരുന്നു. അതേ സമയത്ത് തന്നെ ഈ അവക്കാഡോസ് ഫ്രീ റാഡിക്കൽ ഡാമേജും അതുപോലെ തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും മാറ്റി സ്കിന്നിനെ റിജുവിനേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ മെലാസ്മ പോലെയുള്ള ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഒരു പരിധി വരെ തടയാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഈ കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പപ്പായ എപ്പോഴും ഓർഗാനിക് പപ്പായ ആയിരിക്കണം. ഓർഗാനിക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ജൈവവളം മാത്രം ഇട്ട് വളർത്തിയ പപ്പായ എന്നല്ല. ഈ ഹൈബ്രിഡ് സങ്കര ഇനമൊക്കെ അല്ലാതെ നമ്മുടെ നാടൻ പപ്പായ, പണ്ട് മുതൽ നാട്ടിൽ ഈ പറമ്പിക്കൂടെയൊക്കെ വളരുന്ന പപ്പായ എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അതായത് നോൺ GMO പപ്പായ, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിരിക്കരുത്. ഈ ഒരു ക്രീം നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഴുത്തിലും ഫേസിലും ഒക്കെ ഒരു മസാജിങ് ക്രീമായിട്ട് ഉപയോഗിക്കാം. വലിയ വില കൊടുത്ത് പല കെമിക്കൽസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ക്രീം വാങ്ങിച്ച് നമ്മൾ തേക്കുന്ന കഴിഞ്ഞാൽ എത്രയോ മടങ്ങ് നല്ലതാണ്. വേണമെങ്കിൽ നമുക്കിത് കഴിക്കാനും കൊള്ളാം. അതിനകത്ത് ആൽമണ്ട്സ് അടങ്ങിയിട്ടുണ്ട്, പപ്പായ അടങ്ങിയിട്ടുണ്ട്, അവക്കാഡോസ് അടങ്ങിയിട്ടുണ്ട്, ഒലിവ് ഓയിൽ ഉണ്ട്. നമുക്കിനി ഇത് കോസ്മെറ്റിക് ക്രീമായിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് റോസ് ഹിപ്പ് ഓയിലാണ്. റോസ് ഹിപ്പ് ഓയിൽ നമുക്ക് നാട്ടിൽ നല്ല ക്വാളിറ്റി കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതിന് പകരമായിട്ട് നമുക്ക് കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചാൽ മതി, ആവണക്കെണ്ണ. വൈറ്റമിൻ ഇയുടെ ഏറ്റവും വലിയ സോഴ്സുകളാണ് റോസ് ഹിപ്പ് ഓയിൽ, വീറ്റ് ജെം ഓയിൽ, അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ. ഈ ഓയിലുകളിൽ നിന്നെല്ലാം വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് അബ്സർവ് ആവുകയും ചെയ്യുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമുക്കറിയാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്, വൈറ്റമിൻ സി സീറം, ചില കോസ്മെറ്റിക്സ് ഒക്കെ നമ്മൾ ഭയങ്കര വില കൊടുത്താണ് വാങ്ങിക്കുന്നത്. ആ പൈസയൊക്കെ കൈവച്ച് പറ്റിയാൽ ഈ റെസിപ്പി ഒരു മാസത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് ഫേസ് മാസ്ക് ആയിട്ട് ഉപയോഗിക്കുന്നവർ ഇതിൻ്റെ കൂടെ ഒരു മുട്ടവെള്ളം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മുട്ടവെള്ളം ഒരു ടൈറ്റനറായിട്ട് വർക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇത് ആർക്കെങ്കിലും കഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അത് ഈ കാസ്റ്റർ ഓയിൽ ചേർക്കുന്നതിന് മുമ്പ് വേണം, അതിന് ശേഷം കഴിക്കരുത്. റെസിപ്പികളൊക്കെ വേണ്ടെന്ന് വെച്ചാൽ പോലും ഈ സ്കിൻ പ്രോഡക്റ്റ് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ആവാം, കമന്റ് ആവാം, വേണമെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ആവാം. ഒലിവ് മസാലയുടെ ഈ എപ്പിസോഡ് കൊണ്ട് എല്ലാവർക്കും നന്ദി.